ഹൈ മക്കൾസ്, ഓണം എക്സാം അടുത്തെത്തി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ക്ലാസ്സിലെ ടോപ്പർ ആവണം എന്നുള്ളത്, എല്ലാവർക്കും ആഗ്രഹമാണ്. ഇനി ടോപ്പർ ആയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പാരൻസിൻ്റെ ഇടയിൽ എനിക്ക് കുഴപ്പമില്ലാത്ത രീതി ടീച്ചേഴ്സൊക്കെ പറയണം, അവൻ കുഴപ്പമൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത, അതായത് എബോവ് ആവറേജ് മാർക്കൊക്കെ ഉണ്ട്, അവൻ പഠിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്, അവനെ കൂടെ ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷേ എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം അറിയില്ല, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൽ. കാരണം ഇങ്ങനെ കടൽ പോലെ ഇങ്ങനെ നീണ്ടു കിടക്കാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക്. കാരണം അത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം, മറ്റൊന്നുമില്ല. ഇനി വരാം ഫസ്റ്റ് ചാപ്റ്റർ. സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് കടൽ പോലെ നീണ്ടു കിടക്കാന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രാൻസുകാരൊക്കെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, അവർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ്, അധിനിവേശവും ചെറുത്തുനിൽപ്പ്, അതായത് അവർക്കെതിരെ നമ്മൾ എന്തൊക്കെയാണ് യുദ്ധം ചെയ്തത്, നമ്മൾ എന്നിട്ട് ജയിച്ചോ, 1857 റിവോൾട്ട്, 1857 സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ നിറഞ്ഞൊരു ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സാറേ ഇതിന് കുറേയുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ടോപ്പിക് വൈസ് ഞങ്ങൾക്കൊന്ന് സെറ്റാക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ടോപ്പിക് പഠിച്ചു പോയാൽ മതിയല്ലോ. യെസ്, അതായത് ഈ ടോപ്പിക് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു റഫ് ഷീറ്റ് എടുത്തിട്ട് എന്ത് എഴുതി വെക്കാം. എന്നിട്ട് ചാപ്റ്റർ എടുത്തിട്ട് ഓരോന്ന് പഠിച്ചു പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഓരോന്നിൻ്റെ നേരെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓരോന്നിൻ്റെ നേരെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ അതായത് ഞാൻ ഭയങ്കര മടിയനായിരുന്നടാ. നിങ്ങളെപ്പോലെ ഒന്നും പറയില്ല, ഞാൻ നിങ്ങളെക്കാൾ എത്രയോ മടിയനായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താണ്, എക്സാമിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിട്ട് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കും, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പറഞ്ഞിട്ടോ. എന്നിട്ട് ഞാൻ തന്നെ പെൻസിലോണ്ടോ പേനോണ്ടൊക്കെ എഴുതിയെടുക്കൂല, ജസ്റ്റ് അവിടെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഓരോ ടോപ്പിക്കിന് നേരെ ടിക്ക് ചെയ്യുക. ഇനി പഠിക്കാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പെൻസിലോണ്ട് തന്നെ ഇൻറ്റു ചിഹ്നിടുക, അതായത് പഠിച്ചിട്ടില്ല തെറ്റിടുക. എന്നിട്ട് ആ ടോപ്പിക് എടുത്ത് പഠിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ടിക്കിടാം. ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റൂ, അതെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാനിതാ ഒരു 10 ടോപ്പിക്കിൽ 9 ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കാനുള്ളൂ, അതുകൂടി പഠിച്ചാൽ ആ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ പറയും. യെസ്, ആ രൂപത്തിലേക്ക് എത്താം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇനി അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേത് പഠിക്കേണ്ടതാണോ? മറ്റേത് അങ്ങനെയല്ല, ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ, മലയാളം മീഡിയക്കാർ കൊണ്ടിട്ട് അവിടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ നമുക്കറിയാലോ. കശുമാവ് കണ്ടുപിടിച്ചു, പ്രിന്റ് കണ്ടുപിടിച്ചു, കാഷ്യൂ, ഗുവ, പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ മേശ, പെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് അറിയില്ലേ. പിന്നെ ആദ്യത്തെ ഫോർട്ട് അല്ലെ, മാനുവൽ ഫോർട്ട് കൊച്ചിയിൽ, അതുവരെയൊക്കെ വന്നപ്പോഴാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ എന്ത് ചെയ്തു, അത് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഡച്ചുകാർ വന്നപ്പോൾ ഇൻഫ്ലുവൻസ് ആണ് ഹോർത്തൂസ് മലബാറിക്കോസ്. ഏതായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കോസ്. 742 മെഡിസിനൽ പ്ലാന്റുകളെ പറ്റിയിട്ട് പറഞ്ഞൊരു സംഭവമായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അവരെന്താണ് ഈ ഹോർത്തൂസ് മലബാറിക്കോസ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ടൈപ്പ് ടാക്സ് പോളിസികൾ, നികുതി നയങ്ങൾ നടപ്പിലാക്കിയിരുന്നു. 3 ടൈപ്പ് നടപ്പിലാക്കിയ നികുതി നയങ്ങൾ അതെന്താണ്, എവിടേക്കാണ്? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാവില്ല, ടെക്സ്റ്റിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നത്, എവിടെയാണ് കൊണ്ടുവന്നത്, അതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആ ടേബിൾ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ അങ്ങോട്ടേക്ക് പോരാടാൻ തുടങ്ങി, നമ്മൾ അങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിലൊക്കെ ജയിച്ചോ? ഇല്ല, ജയിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ്. സന്യാസി ഫക്കീർ റബല്യൻ, അതിന്റെ ലീഡറിനെ പഠിച്ചു വെക്കണം, അതിലെന്താണ് കാരണം പഠിച്ചു വെക്കണം. പിന്നെ അഗ്രികൾച്ചർ ടു റബല്യനിസ്റ്റ്, അതായത് നീലം കലാപം കേട്ടിട്ടില്ലേ, നീലം കർഷകരുടെ കലാപം, നീലം കലാപം, സന്യാസി ഫക്കീർ കലാപം, സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപം, അതുപോലെ തന്നെ ഉൽഗുലാൻ, പോളിഗസ്, ആറ്റിങ്ങൽ റിവോൾട്ട്. ഇതൊക്കെ ഒരേ ഇംഗ്ലീഷ് പേരെല്ലാം ഒന്ന് തന്നെയാണ്. ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ 1721 നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ ആദ്യത്തെ ഓർഗനൈസ്ഡ് റിവോൾട്ടാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ആറ്റിങ്ങൽ റിവോൾട്ട്, പോളിഗർ, ഉൽഗുലാൻ, സാന്താൾ റിവോൾട്ട്, നീലം റിവോൾട്ട്, സന്യാസി ഫക്കീർ റബല്യൻ, സന്യാസി ഫക്കീർ കലാപം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം അതിൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻ എല്ലാം വരാം. പിന്നെ വൺ വേർഡ് വരാം, മാച്ച് ദ ഫോളോയിങ് വരാം, ആരാണ് അതിൻ്റെ നേതാക്കന്മാർ, ആരാണ് അതിൻ്റെ കാരണം, എന്തിനാണ് അവർ ഫൈറ്റ് ചെയ്ത്, എന്തിനാണ് ബ്രിട്ടീഷുകാരുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ പോയത്, ഇതൊക്കെ പഠിച്ചു നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു സ്ത്രീകളുടെ പങ്ക്.
സ്ത്രീകൾ, കിട്ടൂർ റാണി ചെന്നമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കിട്ടൂർ റാണി ചെന്നമ്മ. അപ്പൊ സ്ത്രീകളുടെ പങ്ക് എന്തൊക്കെയാണ്? മൂവ്മെന്റ് ഓഫ് വുമൺ. പിന്നെ മെയിൻ സംഭവം ഏറ്റവും ഇമ്പോർട്ടന്റ്, IMP ഇടുന്നുണ്ട് ഞാൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 1857 റിവോൾട്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിന്റെ ലീഡേഴ്സിനെ പഠിച്ചു വെക്കണം. ഇതിന്റെ മെയിൻ കാരണങ്ങൾ എന്താണ്? അതായത് അറിയാലോ, അതായത് പിഗിന്റെയും പശുവിന്റെയും, അതായത് പന്നിയുടെയും കൗവിന്റെയും നെയ്യ് പുരട്ടിയ തോക്ക്, പുതിയ തോക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മംഗൾ പാണ്ഡെ അവർ ദ്രോഹിച്ചു. മംഗൾ പാണ്ഡെ തിരിച്ചു അങ്ങോട്ട് ദ്രോഹിച്ചപ്പോൾ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. അതുണ്ട്. സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, ഡോക്ടറിൻ ഓഫ് ലാബ്സ്, ദത്താവകാശ നിരോധന നിയമം. പിന്നെ അതുപോലെ തന്നെ സൈനികർക്ക് എന്ത് കൊടുത്തിട്ടില്ല? വേജസ്, അതായത് നല്ല ഈ കൂലിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെയായിരുന്നു 1857 റിവോൾട്ടിന്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് 1857 റിവോൾട്ട്, അതായത് പരിമിതികൾ എന്തൊക്കെയായിരുന്നു? 1857 കലാപത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? പിന്നെ ലാസ്റ്റ് ആണ് 1857 കലാപം പിൽക്കാല ലോക ചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനം എന്തൊക്കെയാണ്? സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ലേറ്റർ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ടോപ്പിക്കിനൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോ ഈ ചാപ്റ്ററിന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 9.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത്രയ്ക്ക് ഉറപ്പ് പറയാണ്. അപ്പൊ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്ന വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.